നമസ്കാരം, എല്ലാവർക്കും എൻ്റെ കുഞ്ഞു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇരുമ്പൻ പുളിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്തോനേഷ്യയിലെ മൊളക്കാസ് ദ്വീപുകളാണ് ഇരുമ്പൻ പുളിയുടെ ജന്മദേശം. അവയവ ബിലിംബി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. ഓക്സാലിഡേസി സസ്യകുടുംബത്തിൽപ്പെട്ട ഈ വൃക്ഷം കാറ്റമരൻ വർഗത്തോട്, നക്ഷത്രപ്പഴം എന്നും പറയുന്നുണ്ട്, ആ വർഗത്തോട് അടുത്ത ബന്ധമുള്ള ഒന്നാണ്. ഇതിൻ്റെ ഉത്ഭവം തെക്കുപടിഞ്ഞാറൻ കിഴക്കൻ ഏഷ്യയിലെ മൊളക്കാസ് ദ്വീപുകളിൽ നിന്നാണ്. ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചത് ഏഷ്യൻ രാജ്യങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മലേഷ്യ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, ഇന്ത്യ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിൽ ഈ സസ്യം എത്തിച്ചേരുകയും പ്രചാരം നേടുകയും ചെയ്തു. അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ 1793 വില്യം ബ്ലെയ് എന്ന നാവികൻ തിഹ്തിയിൽ നിന്നും ജമൈക്കയിലേക്ക് ഈ സസ്യം കൊണ്ടുപോയതായി ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. അവിടെ നിന്ന് ഇത് കരീബിയൻ ദ്വീപുകളിലും മധ്യ-തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലും വ്യാപിച്ചു. കേരളത്തിൽ പണ്ടുകാലം മുതൽക്കേ വീട്ടുപറമ്പുകളിൽ സാധാരണയായി വളർത്തുന്ന ഒരു ജനപ്രിയ വൃക്ഷമാണിത്. പ്രാദേശികമായി ഇതിന് പല പേരുകളുണ്ട്. തെക്കൻ കേരളത്തിൽ ഇലുമ്പി, ചിലുമ്പി എന്നൊക്കെയാണ് പറയുന്നത്. മധ്യ കേരളത്തിൽ ഇരുമ്പൻ പുളി, ഓർക്കാപ്പുളി, പുളിഞ്ചിക്ക എന്നൊക്കെയാണ് പറയുന്നത്. എറണാകുളം ഭാഗങ്ങളിൽ ചെമ്മീൻ പുളിയെന്നും കാസർഗോഡ് ഭാഗങ്ങളിൽ കോയക്കാപ്പുളിയെന്നും പറയുന്നുണ്ട്. ഉപയോഗങ്ങളുടെ രീതിയാണ് ഈ ചരിത്രവും. പാചകം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൽ പാരമ്പര്യപരമായിട്ട് മീൻകറികളിൽ വാളൻ പുളിക്ക് പകരമായിട്ടും അച്ചാറുകൾ, ചമ്മന്തി എന്നിവ ഉണ്ടാക്കാനും അത് ഉപയോഗിക്കുന്നു. പരമ്പരാഗത ഔഷധമായിട്ട് നമുക്ക് ആയുർവേദങ്ങളിൽ ചുമ, കഫക്കെട്ട്, പ്രമേഹം, രക്തസമ്മർദ്ദം എന്നിവ കുറയ്ക്കാൻ ഇതിൻ്റെ ഇലകളും ഫലങ്ങളും പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്നു. കറ കളയാൻ ഇരുമ്പൻ പുളികളിലെ ഉയർന്ന അസിഡിറ്റി, ഓക്സാലിക് ആസിഡ് കാരണം തുണികളിലെയും ചെമ്പ്, പിച്ചള പാത്രങ്ങളിലെയും കറകളും തുരുമ്പും കളയാൻ പണ്ടുകാലത്ത് ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നു. ഇന്തോനേഷ്യയിലെ മൊളക്കാസ് ദ്വീപിലാണ് ജന്മമെങ്കിലും ഇരുമ്പൻ പുളി അഥവാ ഇലുമ്പി ഇന്ന് കേരളത്തിലടക്കം എല്ലായിടത്തും സമൃദ്ധമായിട്ട് വളരുന്നുണ്ട്. പുളിക്ക് പകരം കറികളിലൊക്കെ ഇടാം. വിഷലിപ്തമായിട്ടുള്ള പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പിറകെ പോകുന്ന മലയാളികളുടെ മനസ്ഥിതി കാരണം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുമ്പൻ പുളി മരങ്ങൾ. ഇരുമ്പൻ പുളി കൊണ്ടുള്ള ഉപയോഗങ്ങളാണ് വാളൻ പുളി, കുടംപുളി എന്നിവയ്ക്ക് പകരമായിട്ട് കറികളിൽ നമുക്ക് ഉപയോഗിക്കാം. മാങ്ങയ്ക്ക് പകരം മീൻ കറികളിൽ ചേർക്കാം. അച്ചാർ, ജ്യൂസ്, സ്ക്വാഷ്, വൈന്, സൂപ്പ് എന്നീ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ അധിക വരുമാനം നേടാനും സാധിക്കും. വസ്ത്രങ്ങളിലെ കറകൾ നീക്കം ചെയ്യാൻ ഉപയോഗിച്ചു വരുന്നു. വെയിലത്ത് ഉണക്കി ഇരുമ്പൻ പുളി ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാം. ഇരുമ്പൻ പുളി ഔഷധമായും ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പൻ പുളി ജ്യൂസ് കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ എന്നിവ ലഘൂകരിക്കാൻ സഹായിക്കുന്നു. ഇരുമ്പൻ പുളിയിൽ നിന്നുണ്ടാക്കുന്ന സിറപ്പ് പനിക്കും ചുമയ്ക്കുമുള്ള നല്ലൊരു പ്രതിവിധിയായി ഉപയോഗിച്ചു വരുന്നു. ഇരുമ്പൻ പുളി അരച്ചെടുത്ത് കുഴമ്പ്, വ്രണങ്ങൾ, നീര്, മുണ്ടിനീര് എന്നിവയുടെ ചികിത്സയ്ക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇരുമ്പൻ പുളിയില ത്വക്ക് രോഗങ്ങളുടെയും ഗുഹ്യരോഗങ്ങളുടെയും ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇരുമ്പൻ പുളിയുടെ ഗുണങ്ങൾ. ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരും ദിവസങ്ങളിൽ വരുന്നതാണ്.
ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഇടാൻ കഴിയാഞ്ഞത് പല പല കാരണങ്ങളാൽ പറ്റിയില്ല. അപ്പോൾ നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. പലതരത്തിലുള്ള ഫുഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോസാണ് ഉദ്ദേശിക്കുന്നത്.